നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ യു പിയിൽ നിന്ന് ഏതോ അഘോരികൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിനായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പടച്ചുവിടുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ വലിയ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകുന്നു. നേമമണ്ഡലത്തിൽ മുഴുവൻ അഘോരികളാണ് എന്ന വാദമാണ് ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അതിനും വ്യക്തത വരുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ അഘോരികളെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയും അത് യു പിയിൽ നിന്നാണെന്ന് പറയുകയും അതിനുശേഷം പെട്രോൾ അടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ 500 രൂപ കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തനിക്കതുമായി ഒരു ബന്ധവുമില്ല, താൻ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടുമില്ല, അവിടെ നിന്ന് ആരും അയച്ചിട്ടുമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഏതായാലും അഘോരികളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ആ അഘോരികൾ പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ കന്യാകുമാരിയിലുമൊക്കെ പോകാൻ വേണ്ടി വന്നവരാണ്. അവർ ഇവിടെ വെച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് കരമന ജയൻ. അദ്ദേഹത്തിനെ കാണാനായി അവിടേക്ക് വരുന്നു. പെട്ടെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന് തൊട്ടടുത്താണ് തെരഞ്ഞെടുപ്പ് കാര്യാലയം. ആ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന് അവിടേക്ക് വരുന്നു. ഉടൻ തന്നെ റിപ്പോർട്ടർ ചാനൽ ഓടിച്ചാടി ചെന്ന് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചരണം നടത്താനാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. അവിടെയാണ് വലിയ ട്വിസ്റ്റ് ഉള്ളത്. നേമത്ത് വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ എന്തിനാണ് അതിൽ കൂട്ടിയിണക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്ത് കരമന ജയൻ എന്ന് പറയുന്ന ആൾ അയാളെ കാണാൻ വന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ കയറി തൊഴണമെങ്കിൽ, നേരത്തെ തൊഴണമെങ്കിൽ, പെട്ടെന്ന് തൊഴണമെങ്കിൽ ഒക്കെ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് വന്നതാണ് എന്നല്ല പറയുന്നത്. ഇത് ഉണ്ടാക്കി പറയുമ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ആ കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേമത്ത് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ശിവൻകുട്ടിയുടെ കൊട്ടേഷൻ എടുത്താണ് റിപ്പോർട്ടർ ചാനലും മറ്റും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ്. ഏതായാലും ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ആ വിഷയങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാനല്ല കേട്ടോ, ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോൾ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങൾ എന്താ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നു. അപ്പോൾ എൻ്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവർ വന്ന് പിന്നെ എന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവർ പോയി. അതെ, ശിവൻകുട്ടിക്ക് അങ്ങനെ പേടി അതിനെക്കുറിച്ചല്ല പേടി. ശിവൻകുട്ടിക്ക് വേറെ പേടിയുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഇവിടെ എന്താ പേടി. പുതിയതായി ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിവിടെ എത്തിയിട്ടുള്ള 2 വ്യക്തിത്വങ്ങളെ ഈ സമയം പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. കേരള കോൺഗ്രസ് ബിയുടെ ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റായിട്ടുള്ള, നിലവിൽ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമതി അംബിക വേണുഗോപാൽ ഈ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിശ്ചയിച്ച വിവരം അറിയിക്കുന്നു. മറ്റൊന്ന്, സാമൂഹ്യ രംഗത്ത് ഏറെക്കാലത്തെ പരിചയമുള്ള പ്രിയപ്പെട്ട ശ്രീ EA ശങ്കരൻ ഇനി മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിവരം കൂടി ഇവിടെ അറിയിക്കുന്നു. 2 പേരെയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് സ്വീകരിക്കുന്നു. നമസ്കാരം. ഞാൻ ആദിവാസി കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. 4 സ്റ്റേറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്നു: കേരളം, ലക്ഷദ്വീപ്, കർണാടക, തമിഴ്നാട്. കോൺഗ്രസ് പാർട്ടി ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടി അല്ലാതായി മാറുകയാണ്. അതായത് കുറേ ആൾക്കൂട്ടം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പാർട്ടി തീരുമാനം വരുന്നില്ല, പകരം കുറേ വ്യക്തികൾ മാത്രം തീരുമാനം എടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. അവർക്കൊരു നേതൃത്വമില്ല.
നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കാണിക്കുന്ന ഒരേ ഒരു നേതാവ് മോഡിജിയാണ്. നരേന്ദ്രമോദിജിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച ഒരു ജനം ഒരു മൂന്നാമത് NDA മുന്നണിയെ ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹത്തിന് ഒരുപാട് വിഷനുണ്ട്. ആ വിഷനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് BJPയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പഠിച്ചൊരാളാണ് ഞാൻ. അപ്പോൾ 2006 മുതൽ എനിക്കൊരു PhD ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. PhD കിട്ടണമെങ്കിൽ, എനിക്ക് തരണമെങ്കിൽ കോൺഗ്രസ് പോളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് ഒരു PhD കിട്ടാൻ ഒരു യോഗ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സെറ്റ് രീതിയാണ്. തോൽക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു 10-12 ദിവസം മുമ്പേ ഒരു പുതിയ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഒരു വലിയ ശ്രമം നടത്തും. എങ്ങനെയെങ്കിലും തെലങ്കാനയിൽ അവർ തോൽക്കാൻ പോകുമായിരുന്നു. നടത്തിയൊരു നെറേറ്റീവ് എന്തായിരുന്നു? നെറേറ്റീവ് BRS BJPൻ്റെ ഒപ്പമാണ്. അവിടെ നടന്നു. കാരണം അവിടെ BJP റെസ്പോണ്ട് ചെയ്തില്ല. അതുപോലെ 2014 നിങ്ങൾ എന്നെ ഒന്ന് പരിശോധിച്ചു, നിങ്ങൾ റിസർച്ച് ചെയ്തു. മാധ്യമത്തോട് ഞാൻ റിസർച്ച് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. 14, 19, 24 ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി എല്ലാ ഇലക്ഷൻ തോൽക്കാൻ പോകുന്ന മുമ്പ് ഒരു 10 ദിവസം മുമ്പ് തുടങ്ങും ഒരു പുതിയ നെറേറ്റീവ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ CPM BJPൻ്റെ B ടീമാണ്. രണ്ടാമത്തെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് ആസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്ന്. ഇത് 2024 ഞാൻ എന്നെക്കുറിച്ച് ഞാൻ പറയണേ. 2008 മുതൽ 18 കൊല്ലം കോൺഗ്രസ് തപ്പി നോക്കി എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമമല്ല, 2 ശ്രമമല്ല, എത്രയോ ശ്രമം നടത്തിയതാണ്. 2008 ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് എന്നെ റെയ്ഡ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഈ കോൺഗ്രസ് പാർട്ടിയും അത് കഴിഞ്ഞിട്ട് CPM എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നതാണ്, അതൊന്നും നടക്കില്ല. ഈ 24 പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് റീസൈക്കിൾ ചെയ്ത് ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, മോനെ വിട്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. അതാണ് ജനങ്ങളുടെ ആവശ്യം. എൻ്റെ വീട്, എൻ്റെ മോട്ടോർ സൈക്കിൾ, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ ഭാര്യ, എൻ്റെ മറ്റേത് ഇഷ്യൂ ആണെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 24 നിങ്ങളിത് റേസ് ചെയ്ത ഇഷ്യൂ ആണ്. 2 കൊല്ലം നിങ്ങൾക്കുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ ഒരു നുണ പ്രചരണമെല്ലാം നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനോ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, BJPനെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മത്സരിക്കണമെങ്കിൽ മത്സരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് തോൽക്കുക. തോൽക്കും എന്ന് 100% പേടിയോണ്ടാണ് ഈ ഒരു പുതിയ തന്ത്രം, ഒരു പുതിയ രീതി, കോൺഗ്രസിൻ്റെ പുതിയ രീതിയല്ല, പഴയ രീതി. പക്ഷേ ഈ ഇലക്ഷനിലൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൃത്യമായ മാധ്യമ സുഹൃത്തോട് വഴി ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. 2004 എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസും CPM അവരുടെ ഒരു അന്ധധാരണ, പിന്നെ അവർ ഈ സൃഷ്ടിച്ചൊരു നെറേറ്റീവ്